ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. ആവണിമോളെയും കൊണ്ട് മുറിയിലേക്ക് വരുന്ന അനഘ പറയുകയാണ്, അതെ പിള്ളേരായി അവരെ അടക്കി ഒതുക്കി വളർത്തണം. ഇവളെ എന്റെ മുറിയുടെ പുറത്ത് വന്ന് ഒളിഞ്ഞു നോക്കുകയായിരുന്നു. ദേ അനഘേ, അല്ലെങ്കിൽ നിനക്കെന്റെ കൊച്ചിനെ കാണുമ്പോൾ ഇതുള്ളതാണ്. നിനക്ക് അന്ന് കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ അപ്പോഴേ അർച്ചനോട് പറഞ്ഞതാ ഈ വക മുതലിനെ ഒന്നും കൊണ്ട് വരണ്ടെന്ന്. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് സ്നേഹയും അങ്ങോട്ടേക്ക് വരുന്നു. ഓ, ആവണിമോള് ഇവളുടെ മുറി കയറി ഒളിഞ്ഞു നോക്കിയെന്നാ പറയുന്നത്. അത് പിന്നെ അവന്തികേന്റെ ശബ്ദം കേട്ടിട്ടാ ഞാൻ നോക്കിയത്. ഇവരെന്തോ സിനിമാ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെന്നൊക്കെ ആവണി പറയുമ്പോൾ അനഘ പറയുകയാണ്, മേലാൽ എന്റെ മുറിയിലേക്കെങ്ങാനും വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും. അതെ, എന്റെ മോളോട് നിന്റെ ഭീഷണിയൊന്നും വേണ്ട. നിനക്കെന്നെ നന്നായി തന്നെ അറിയാമല്ലോ. ഞങ്ങളാരും നിന്നെ പോലെ ടൂറ് പോയിട്ടെ ഒളിച്ചോടി പോയെന്നൊന്നും പറഞ്ഞു പരത്താറില്ല. നിന്റെ കഥകളെല്ലാം ഞങ്ങൾ അറിഞ്ഞതാ. അതുകൊണ്ട് മോളിപ്പോ മര്യാദയ്ക്ക് ചെല്ലാൻ നോക്ക്. എന്റെ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് കേൾക്കുന്ന അനഘ ഒന്നും മിണ്ടാതെ പോകുമ്പോ മീര സ്നേഹയോട് ചോദിക്കുകയാണ്, ഇത് എന്ത് മുതലാ? ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു? നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയാണ്. ആതിരയെ കാണാനായി ഒരു വഴി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ്. അതേസമയം അനഘ സന്ദീപിന്റെ കണ്ണു വന്ന് പൊത്തുകയാണ്. ആതിരയാണെന്ന് കരുതി സന്ദീപ് പറയുകയാണ്, എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപമാ എന്റെ മനസ്സിലിപ്പോ വരുന്നത്. ഇത് കേൾക്കുന്ന അനഘ പറയുകയാണ്, സന്ദീപ് പറഞ്ഞത് 100% ശരിയാണ്. പെട്ടെന്ന് സന്ദീപ് ചാടിയെഴുന്നേൽക്കുമ്പോ അനഘ ചോദിക്കുകയാണ്, സന്ദീപേ, നീ എന്റെ പ്രണയം തിരിച്ചറിയുന്നുണ്ടോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് സന്ദീപ് പറയുമ്പോ അനഘ ചോദിക്കുകയാണ്, ഒരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവളുടെ ചൂടും അവളുടെ സ്നേഹവും ഒക്കെ തിരിച്ചറിയുന്നുണ്ടെന്ന് പറയുന്നത് എന്താ കള്ളമാണോ? എന്നാലേ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഇതുവരെ നീ എന്നെ സ്നേഹിക്കും എന്ന് മാത്രമാ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി അത് എന്റെ ഒരു ഉറപ്പാണെന്ന്. അതേസമയം അവര് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടുവരുന്ന ആതിര ദേഷ്യത്തോടെ താഴേക്ക് പോവുകയാണ്. തുടർന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് അനഘ പറയുകയാണ്, സന്ദീപ് എന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം. സന്ദീപിന് എന്റെ പ്രണയം കാണാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതേസമയം സന്ദീപ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സന്ദീപ് പോയതിനു ശേഷവും സന്ദീപ് തൊട്ട തന്റെ കയ്യിലേക്ക് പ്രണയത്തോടെ നോക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്. അർച്ചന സിന്ദൂരം തൊടാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന സച്ചി അർച്ചനയ്ക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് സച്ചി പറയുമ്പോ അർച്ചന സച്ചിയെ തുറച്ചു നോക്കുകയാണ്. എടോ, താൻ നിന്നെ തെറ്റിദ്ധരിക്കുവൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്നാ. അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല സച്ചിയേട്ടാ. സച്ചിയേട്ടന്റെ ഈ വാക്കുകളുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഇനിയിപ്പോ മരിച്ചാലും കുഴപ്പമില്ലെന്ന് അർച്ചന പറയുമ്പോ അർച്ചനയുടെ വാ പൊത്തുകയാണ് സച്ചി. അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും ഒരുമിച്ച്, അങ്ങനെ മതി. ഇത് കേൾക്കുന്ന അർച്ചന സച്ചിയെ കെട്ടിപ്പിടിക്കുമ്പോ സച്ചിയും അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപ് അനഘയുമായിട്ട് സംസാരിച്ചതിന്റെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആതിരയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ആവണിയും സ്നേഹയും കൂടി വരുന്നു. ഹോ, ഒരു ട്രിപ്പ് വന്നതാ. എന്നിട്ട് എല്ലാവരും പല പല മുറിയിലായി കയറി കഥ കളിച്ചിരിക്കുകയാണ്. ഏതോ മരണ വീട്ടിലെ ചടങ്ങിന് വന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്. എന്നാ നമുക്ക് അന്താക്ഷരി കളിച്ചാലോ എന്ന് ആവണി ചോദിക്കുമ്പോ സ്നേഹ പറയുകയാണ്, വേണ്ട, അതൊന്നും ശരിയാകില്ല. നമുക്ക് സാറ്റ് കളിച്ചാലോ? സാറ്റോ? അതെന്താണെന്ന് ആവണി ചോദിക്കുമ്പോ ഹൈഡ് ആൻഡ് സീക്ക് ആണെന്നും നമുക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാമെന്നും സ്നേഹ പറയുന്നു. തുടർന്ന് ആതിരയോട് സച്ചിയെയും അർച്ചനയും വിളിക്കാനും ആവണിയോട് അനഘയും അവന്തികയും വിളിക്കാനും ഞാൻ പോയി സന്ദീപേട്ടനെയും മീരേട്ടത്തെയും വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് മൂന്നുപേരും മൂന്ന് വഴിക്ക് പോവുകയാണ്. തുടർന്ന് ആതിര ചെന്ന് സച്ചിയുടെ കതകിന് തട്ടുകയാണ്. എന്താടി നീ വന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോ എല്ലാവരും അവിടെ സാറ്റ് കളിക്കാൻ വിളിക്കുകയാണെന്നും നിങ്ങൾ എന്താണെങ്കിലും വരണമെന്നും ആതിര പറയുന്നു. ഞങ്ങൾ വന്നേക്കാം, നീ പോയിക്കോ എന്ന് അർച്ചന പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്നേഹ ചെന്ന് സന്ദീപിനെ സാറ്റ് കളിക്കാൻ വിളിക്കുന്നതാണ്. ഞാനെങ്ങും വരുന്നില്ല, അല്ലെങ്കിൽ യാത്രാക്ഷീണമാ, എനിക്കൊന്ന് കിടക്കണം. എങ്കിൽ ശരി, വരണ്ട, ഞാനും ആതിരയും എല്ലാം ഉണ്ട് കളിക്കാനെന്ന് പറയുമ്പോ സന്ദീപ് പറയുകയാണ്, ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് വിഷമമാകില്ലേ? എന്താണെങ്കിലും ഞാനും വരാം. അത്രയും പറഞ്ഞുകൊണ്ട് സന്ദീപും സ്നേഹയുടെ ഒപ്പം താഴേക്ക് ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് ആവണിമോള് അനഘയെ ചെന്ന് വിളിക്കുന്നതാണ്. ഞാനങ്ങുമില്ല നിങ്ങളുടെ കളിക്കാൻ, നിങ്ങൾ അങ്ങ് പോയി കളിച്ചാൽ മതിയെന്ന് പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് ആവണി പോവുകയാണ്. അല്ല, നിന്നെ ആതിരയുണ്ടോ കളിക്കാൻ? ഉണ്ട്. സന്ദീപ് അങ്കിളുമുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോ അനഘ പറയുകയാണ്, ആ നീ വന്ന് വിളിച്ചതല്ലേ, എന്താണെങ്കിലും ഞാനും വരാം. അങ്ങനെ ആവണി അനഘയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവർ സാറ്റ് കളി ആരംഭിക്കുകയാണ്. ആദ്യത്തെ കളിയിൽ ആവണിമോൾ എണ്ണുമ്പോൾ ഫസ്റ്റ് തന്നെ അനഘയെ കണ്ടുപിടിക്കുന്നു. അടുത്തത് അനഘയെ എണ്ണാൻ വിടുകയാണ്. അതേസമയം സന്ദീപും ആതിരയും ഒരു സ്ഥലത്താണ് ഒളിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഓരോരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവിടെ അനഘ വരുന്നുണ്ടെങ്കിലും അവരെ കാണാതെ തിരിച്ചു താഴേക്ക് പോവുകയാണ്. അതേസമയം ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ആതിരയുടെ ശബ്ദം കേൾക്കുകയാണ്. തുടർന്ന് സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.